മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആ ഒരു ഒഫീഷ്യൽ ബിഡിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒഫീഷ്യലായിട്ട് RB ലൈപ്സിക്കിൽ ഒരു ബിഡ് അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 80 മില്യൻ്റെ ഫിക്സഡ് ഫീ, 5 മില്യൻ്റെ ആഡ് ഓൺസും ആണ് ഈ പാക്കേജിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ബെഞ്ചമിൻ സെസ്കോ വരും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പം ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ബിഡ് RB ലൈപ്സിക്കിൻ്റെ സൈഡിലുണ്ട്. ഇപ്പോൾ പ്ലെയറുടെ സൈഡിൽ നിന്ന് 2 ദിവസം മുമ്പ് തന്നെ പേഴ്സണൽ ടേംസ് ഒക്കെ ഓക്കെയാണ്. 2030 വരെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പുള്ളി റെഡിയാണ്. അവസാനത്തെ ആ ഒരു കോൺഫർമേഷൻ ക്ലബിൻ്റെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഒരു ഹിയർ വി ഗോ ഫബ്രീസിയോ റൊമാനോയുടെ സൈഡിൽ നിന്ന് നമുക്ക് കേൾക്കാം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ പുള്ളി കൂടി അമോറിയത്തിൻ്റെ പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി പ്ലെയേഴ്സും ക്വാളിറ്റി പ്ലേ മേക്കിംഗ് ഒക്കെയാണ് പ്രീ സീസണിൽ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. 1-2 അഡീഷൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ ടീമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ന്യൂകാസിലിൻ്റെ കാര്യം കഷ്ടം തന്നെയാണ്. കാരണം അവർ എക്കിറ്റിക്കയുടെ പുറകെ പോയി, ലിവർപൂൾ എക്കിറ്റിക്കയെ കൊണ്ടുപോയി. അതിനുശേഷം പ്രൊജക്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് RB ലൈപ്സിക്കിന് കൊടുത്തു. എന്നാൽ പ്ലെയർ ഇപ്പോൾ യുണൈറ്റഡിനെ പ്രിഫർ ചെയ്യുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവർ ഇസാക്കിനെ വിൽക്കുമോ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുമോ എന്നുള്ളത് കാര്യം നമുക്ക് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയായിരിക്കും. മറ്റൊരു ന്യൂസും യുണൈറ്റഡിൻ്റെ ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. അവർ ബ്രൈറ്റൻ്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള കാർലോസ് ബലേബയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡീലായിരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. കാരണം ബ്രൈറ്റൻ്റെ ക്യാമ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ ബലേബയെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് ലോൺ, ചിലപ്പോൾ ഒരു ഓപ്ഷൻസ് ബൈ ഒക്കെ കോൺട്രാക്റ്റിലൂടെ പ്രപ്പോസ് ചെയ്യാനായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഒരു 90 മില്യൺ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയൊരു വലിയ തുക മുടക്കാൻ യുണൈറ്റഡിന് ഈ ഒരു സീസണിൽ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റൺ നല്ലോണം നെഗോഷിയേറ്റ് ചെയ്യും. ചിലപ്പോൾ സാലറിയും ഒരു കിഡിൽ ഓഫറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റൺ ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്താനും ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള മിഡ്ഫീൽഡറാണ്. അങ്ങനെ ഒരു സോളിഡ് ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഫോർവേഡ് ലുക്കിംഗ് ബോൾസും അതുകൂടാതെ ടാക്കിൾസൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിൻ്റെ സൈഡിൽ നിന്നാണ്. ഡാർവിൻ ന്യൂനസ് അഗ്രിമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അൽ ഹിലാലിലേക്ക് പുള്ളി പോവുകയാണ്. ഇൻസാഗിയും ഡാർവിൻ ന്യൂനസുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. പുള്ളി പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്തു. ന്യൂനസിന് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. 53 മില്യൻ്റെ ഒരു ഡീലാണ് ലിവർപൂൾ അഗ്രി ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 വർഷത്തെ കോൺട്രാക്ട് ഡാർവിൻ ന്യൂനസ് സൈൻ ചെയ്യാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഇൻസാഗിയുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ആ പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം കിഡിലം കോച്ച് തന്നെയാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ്. പ്രോ ലീഗിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലി പുള്ളിക്ക് നല്ല രീതിയിലുള്ള എക്സ്പോഷർ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി കോൺട്രിബ്യൂഷൻ അടുത്ത സീസണിൽ കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ലിവർപൂളിൽ നിന്ന് മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഹാർവി ഏലിയട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏലിയട്ട് ഈ സീസണിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. കാരണം സ്ലോട്ടിൻ്റെ പ്ലാനിൽ ഹാർവി ഏലിയട്ട് ഇല്ല. അപ്പോൾ RB ലൈപ്സിക്ക് പുള്ളിയായിട്ട് ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ കോണ്ടാക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ഒരു ബിഡിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഹാവി സീമൺസ് എന്തായാലും ചെൽസിയിലേക്ക് പോകുന്നതാണ് RB ലൈപ്സിക്ക് ഇപ്പോൾ വിചാരിക്കുന്നത്. പുള്ളിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഏലിയട്ടിനെ RB ലൈപ്സിക്ക് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ പൈസയുടെ കാര്യത്തിൽ അവർക്ക് വലിയ പ്രശ്നമില്ല. കാരണം 2-3 കിടിലം പ്ലേയേഴ്സിനെ RB ലൈപ്സിക്ക് ഈ ഒരു സീസണിൽ തന്നെ വിറ്റിട്ടുണ്ട്. അപ്പോൾ അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിയുമായിട്ട് ഡിസ്കഷനും കോണ്ടാക്റ്റും ഒക്കെ വരുത്തിയിട്ടുള്ളത്. ഒരു 50 മില്യൺ പ്ലസിൻ്റെ ഒരു ഡീലിലേക്ക് കാര്യങ്ങൾ എത്താൻ ചെറിയ ചാൻസ് കാണുന്നുണ്ട്. ചിലപ്പോൾ നെഗോസിയേഷനൊക്കെ നടത്തി ഇതൊരു 30-40 മില്യൻ്റെ അടുത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നെഗോസിയേഷൻ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തുന്ന ഫബ്രീസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. ഗ്രീലിഷിൻ്റെ കാര്യത്തിൽ ഈ ഒരു സമ്മർ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് പുള്ളി എത്രയും പെട്ടെന്ന് തന്നെ പോകും. കാരണം പെപ്പിൻ്റെ പ്ലാനിൽ ഗ്രീലിഷ് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പല ന്യൂസ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സൈനിങ് നടത്തിയെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലേസ്
പെപ്പിൻ്റെ സിസ്റ്റത്തിൽ ഗ്രീലിഷിന് ഇഞ്ചുറിക്ക് ശേഷം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വസ്തുതയാണ്. അപ്പോൾ പുള്ളിക്ക് മൾട്ടിപ്പിൾ ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ എവർട്ടൺ പുള്ളിയുടെ ക്യാമ്പിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, സിറ്റിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലോൺ ആണ് ഇപ്പോൾ എവർട്ടൺ പ്രപ്പോസ് ചെയ്യുന്നത്. ഓപ്ഷൻ ടു ബൈ ക്ലോസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും ഗ്രീൻലിഷിൻ്റെ സൈഡിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പക്ഷേ പുള്ളിയുടെ പ്ലേ ടൈമും ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പ് സീസണൊക്കെ നോക്കുമ്പോൾ പുള്ളിക്കൊരു പ്രോപ്പർ ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് ഇംഗ്ലണ്ട് ടീമിൽ കയറണമെങ്കിൽ വളരെ വളരെ അത്യാവശ്യമാണ്. ആ ഒരു എക്സ്പോഷർ സിറ്റി കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ സോണിൻ്റെ ഒഫീഷ്യൽ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. 2027 വരെ പുള്ളി കോൺട്രാക്ട് സൈൻ ചെയ്തു. 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടീമിനോട് ബൈ ഒക്കെ പറഞ്ഞ് പുള്ളി പോയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഒന്നും സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ ഡാനിയൽ ലെവി ആരെയൊക്കെ സൈൻ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.